ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാച്ചിയമ്മ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞതേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ചാച്ചിയമ്മയ്ക്ക് വയ്യായിക്കൊന്നും കുറഞ്ഞില്ല കേട്ടോ. നല്ല അല്ലേ, ക്ഷീണമാണ് നല്ല. അപ്പോൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം. ഇന്ന് വീട്ടിൽ പോയിട്ട് അർജൻറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ചേച്ചിയുടെ അടുത്തൊന്ന് പോകണം. കാരണം കഴിഞ്ഞ ദിവസം അവർ ഫോൺ മേടിച്ചിട്ട് അവർക്ക് ഗൂഗിൾ പേ ഒന്നും സെറ്റ് ആയിട്ടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ രാവിലെ വല്ല എലിക്കുട്ടിയമ്മേനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ. അപ്പോൾ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ച കഴിഞ്ഞ് പോകാനാണ് ഞാൻ ഇരുന്നേ. അപ്പോൾ രാവിലെ അമ്മ ഇപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ടായിരിക്കും എടുക്കാത്തത്. അപ്പോൾ എനിക്ക് എന്തോ എടുക്കാത്തതുകൊണ്ടൊരു ടെൻഷൻ. അപ്പോൾ എന്തായാലും രാവിലെ എടുത്തില്ല. രാവിലെ ലിതിമോളും വിളിച്ചു, എന്നിട്ടും അമ്മ എടുത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും പണിയായിട്ട് നടക്കുമായിരിക്കും. അപ്പം ബിൻസി ചേച്ചീനെ ഞാൻ വിളിച്ചു കേട്ടോ, നമ്മുടെ ക്രിസ്റ്റിയുടെ അമ്മേനെ. പറഞ്ഞു ഏൽക്കുട്ടി ചേച്ചി അവിടെ ഉണ്ട്, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും സൈലൻ്റ് ആകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുമ്പോൾ ഉള്ള ടെൻഷൻ അതും തന്നെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പം അങ്ങനെ കേട്ടപ്പോൾ ഞാൻ പിന്നെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പോട്ടെ. അപ്പോൾ വരാം ഇടയ്ക്ക് കേട്ടോ, ഈ ആഴ്ച തന്നെ വരാം. അപ്പോൾ നമ്മുടെ ഇവിടെ കൊറോണയൊക്കെ ആയി, നമ്മുടെ രാജക്കാടൊക്കെ കൊറോണ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇനി ട്രാവലിംഗ് ഒക്കെ സൂക്ഷിക്കണം, അതുപോലെ മാസ്കൊക്കെ വെക്കണം. ഞാൻ മാത്രമല്ല, എല്ലാവരും വെക്കണം കേട്ടോ. ചാച്ചമ്മേ ചെയ്യണം കേട്ടോ. ഇനി എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ മാസ്ക് വെച്ചേ പോകുള്ളൂ. അപ്പോൾ ഇനി ട്രാവലിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനി അടിമാലിക്ക് പോകുന്നത് ഭയങ്കര പാടാട്ടോ. ഞാനന്ന് ഭയങ്കര ഛർദ്ദിച്ച് നോക്കി. ഓർക്കല്ല അന്ന് ഞാനിവിടെ വന്നത്, അന്ന് ഭയങ്കര ഛർദ്ദിച്ചാണ് വന്നത്. അപ്പം നോക്കാം നമുക്ക്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, കുഴപ്പമില്ല. നമ്മുടെ യൂട്യൂബിൽ ആൾക്കാർ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, നമ്മുടെ സന്തോഷം എല്ലാം അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും വേഗം പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം പോട്ടെ കേട്ടോ, പോട്ടെ ചേച്ചാ. അപ്പോൾ നമുക്ക് ബസ് 10:30 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ സമയം ഏകദേശം 9:30 ഇപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ പള്ളിയിൽ പോയില്ല. രാവിലെ എണീറ്റപ്പം തന്നെ ഭയങ്കര എന്തോ ഒരു വയറുവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഇന്നലെ ഇവിടെ കടുക്കാപ്പട്ടൻ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. കൈക്ക് നീര് കണ്ടോ. കടുക്കാപ്പട്ടൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം. ഒരു ഉറുമ്പ് നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ സാധനം പിടിച്ച് ഇന്നലെ കടിച്ച് അവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, അന്നേരമൊന്നുമില്ല. പക്ഷേ രാത്രി കിടന്നപ്പോൾ ഭയങ്കര കട്ട് കഴിക്കുന്നു ഈ കൈക്ക്, ചൊറിച്ചിലും. അതുകൊണ്ട് രാത്രിയൊന്നും ഞാൻ ഉറങ്ങിയില്ല. പിന്നെ രാവിലെ എനിക്കിപ്പോൾ ചെറിയ വയറുവേദന. അങ്ങനെ അതൊക്കെ ആയതുകൊണ്ട് ഞാനിന്ന് പള്ളിയിലും പോയില്ല. ഇന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ് ഇന്നലെ വീട്ടിൽ പോകാൻ വൈകുന്നേരം. അപ്പം എന്തായാലും പോട്ടെ, ഇടയ്ക്ക് വരാൻ. ചാച്ചിയമ്മയ്ക്കും അങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നതൊക്കെ ചാച്ചിയമ്മയ്ക്കും ഒരു സന്തോഷമൊക്കെയാണ്. അപ്പോൾ എന്തായാലും പോട്ടെ, നമുക്ക് വേഗം വീട്ടിൽ പോകാം. കുഴപ്പമില്ല, വേണ്ട. അപ്പോൾ നമുക്ക് പോകട്ടെ. ചെരുപ്പ് എടുക്കട്ടെ. നേരത്തെ കൊക്കോപ്പഴ ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഒരു 1/2 കിലോ കാണുമായിരിക്കും അല്ലേ. പക്ഷെ അതിങ്ങനെ ഉള്ളത് നല്ല. ഇപ്പം ഭയങ്കര റേറ്റ് അല്ലേ. എന്തായാലും ഞങ്ങൾ പോകണം. ടാറ്റ. കയ്യെ നടന്ന് കയറി പോകട്ടോ. എന്തോ ഒരു സങ്കടം. പാവം ചാച്ചിയമ്മ തന്നെയുള്ളതുകൊണ്ട്. തന്നെയെന്നല്ല, അവിടെ ഞങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഒരു സങ്കടം. അപ്പം എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോകാം. വീട്ടിൽ ഏലിക്കുട്ടിയമ്മയും തന്നെയല്ലേ ഉള്ളൂ. നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. മഴയ്ക്ക് മുന്നേ വീട്ടിൽ പോകണം. അപ്പോൾ നാളെ വലിയ മഴയാണെന്ന് പറയണ കേട്ടു. കുരുള സിറ്റിയിൽ നിന്ന് നേരെ ബസ് കയറി രാജകുമാരിയിൽ ഇറങ്ങി. അവിടെ നിന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും സെൻറ്റ് ജോസഫ് ബസ് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി നേരം ഒന്നും രാജകുമാരി നിൽക്കേണ്ടി വന്നില്ല. എന്നിട്ട് ബസ്സിൽ ഞാൻ കയറി കേട്ടോ. ബസ്സിൽ കയറി. അതെ, ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്. 1996 കോയിൻ കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങത്തൊട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുക. വേഗം എത്തി കേട്ടോ. അധികം നേരമൊന്നും മാങ്ങത്തൊട്ടി രാജകുമാരി നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ വന്ന് കയറിയത് ഏലിക്കുട്ടിയമ്മ എവിടെയോ പോകാൻ വേണ്ടിയിട്ട് നല്ല ഒരുക്കമായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് എന്താ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ച് ഞാൻ ദേഷ്യപ്പെട്ടു കേട്ടോ കുറച്ച്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ അലക്കുമായിരുന്നു, ഫോൺ സൈലൻ്റ് ആയതുകൊണ്ട് കേൾക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ പറഞ്ഞു ഫോണിൽ ബാലൻസ് ഇല്ല, തിരിച്ച് വിളിക്കാനായിട്ട്, അതാണ് വിളിക്കാത്തതെന്ന്. എന്തായാലും ഈ വിളിക്കാതിരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, വിളിച്ചിട്ട് എടുക്കാതിരിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് കേട്ടോ. ഒന്നാമത് തന്നെയും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്. ഞാനിപ്പോൾ ഈ അടുത്തായതുകൊണ്ട് ഞാൻ വേഗം ഓടി വന്നു കാര്യങ്ങൾ തിരക്കുന്നു. പക്ഷേ ഞാനിപ്പം
പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും ജോലിക്ക് പോയേക്കുവാണെങ്കിൽ തന്നെ ഇങ്ങനെ വിളിച്ചിട്ടെടുത്തില്ല നമുക്കത് ടെൻഷനാവും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ അമ്മേനെ വിട്ടിട്ട് പോകുക എന്നുള്ളതിൽ ഭയങ്കര സങ്കടം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പാർട്ടിയുടെ ജനറൽ ബോഡിക്ക് പോകുന്ന CPIയുടെയാണ് അമ്മ. ആ പാർട്ടിയുടെ ഇതിൽ നിന്നിട്ടാണ് പണിയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മ പോകുമ്പോൾ അമ്മയുടെ ഒപ്പം ഞാനും പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എന്താണെന്നൊന്നും എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം 2-3 ദിവസം മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. പിന്നെ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്ക് ഇതിനൊന്നും സൗണ്ട് ഇല്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും സൗണ്ട് ഇല്ലെങ്കിലും കാര്യങ്ങൾ എന്തായാലും വ്യക്തമായിട്ട് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാൻ ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ അമ്മയുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും വേഗം പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങിപ്പോട്ടോ. അപ്പോൾ അമ്മ ഞങ്ങളിത് വിദഗ്ധമായിട്ടാണ് തേച്ചെടുത്തത്, ഇട്ടിട്ട് തേച്ചെടുത്തത്. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് ചുളിവ് കണ്ടത്. അപ്പോൾ ഒത്തിരി സമയമായതുകൊണ്ട് ഞങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ തേച്ച്. ഒക്കെ ഒരു ടെക്നിക്കാണല്ലേ അമ്മ. ഒരു ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു അമ്മ എനിക്ക് വീട്ടിൽ നിന്ന്. ഈ ദാഹിക്കുന്നു ഭയങ്കരമായിട്ട്. വെള്ളം കിട്ടിയാലും മതി. അപ്പം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് വന്നല്ലേ. മാങ്ങത്തൊട്ടി വന്നിരിക്കാം കേട്ടോ. അയ്യോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഭയങ്കര ഓടിക്കതച്ചാൽ വന്നിട്ട് ചായ പോലും കുടിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ വന്ന് വണ്ടി പോലെന്ന് ഓർത്ത് ഇവിടെ വന്ന് 1 മണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് വണ്ടി ഇതുവരെ വന്നില്ല. എന്തായാലും വരട്ടെ. അത് നല്ല ചേച്ചി ഇന്നോടെ വരും. ചുമ്മാ ഇരുന്നാലും ആ സാരില്ല പറ്റുമ്പോൾ പോയാൽ മതി. ബുദ്ധിമുട്ടാന്ന് തോന്നുമ്പോൾ അന്നേരം പോകാൻ നല്ല കാര്യം കാണാൻ നിർത്തില്ല. ജനറൽ ബോഡിക്ക് പോകണം. ഞാൻ ദേ തിരിച്ച് ചേച്ചിയുടെ അടുത്തേക്ക്. അങ്ങനെ ഞാൻ നടക്കും കേട്ടോ. കാറ്റും ഉണ്ട്, നല്ല വെയിലും ഉണ്ടേ. കിളിന്നാണ് നമ്മുടെ കുഞ്ഞിനൊരു കിലുക്കി മേടിച്ചു. പിന്നെ പൊന്നൂനും മാല ഇതൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അവരുടെ അടുത്തേക്ക് പോകാവേ. വെയിലില്ലേ നടക്കാൻ സുഖമാണേ. പക്ഷെ എനിക്ക് വെയിലിഷ്ടം. നല്ല കാറ്റ്. ഞാൻ ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവരവിടെ ഉണ്ടാകുമെന്നറിയില്ല. നോക്കാം. വെച്ചിട്ട് ഇവിടെ എവിടെയൊക്കെ കാണും. കണ്ടിട്ടുണ്ട് കേട്ടോ. അവരിവിടെ ഇല്ല കേട്ടോ. അവർ മേ ബി പള്ളിയിൽ പോയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. എൻ്റെ വീടിൻ്റെ പുറത്ത് ഇരിക്കാൻ കേട്ടോ. ആരെന്തായാലും വരട്ടെ. ഇടിച്ചിട്ട് എടുക്കുന്നില്ല. ചിലപ്പോൾ പള്ളി പോയിട്ടായിരിക്കും എടുക്കാഞ്ഞത്. അപ്പോൾ അമ്മ 2 മണിയൊക്കെ അമ്മയ്ക്ക് തീരും. നോക്കാം, കുറച്ച് നേരം അവിടെ ഇരിക്കാം. എന്ത് പറയാനാ, വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം വരാൻ പറ്റില്ല കേട്ടോ. അവർക്ക് അത്യാവശ്യം അവരുടെ ഗൂഗിൾ പേ ഒക്കെ ശരിയാക്കി കൊടുക്കണ്ടേ. അപ്പം നോക്കാം. അമ്മച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഉച്ച കഴിഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പോൾ എന്തായാലും പോകണം. അപ്പോൾ അവരെന്തായാലും വന്നിട്ടില്ല. പൈസ ഇല്ലായിരുന്നു. അല്ല, ഞാനങ്ങ് വന്നേനെ. കുഴപ്പമില്ല, പോവാം. അവരിനിപ്പോൾ നാളെ വന്ന് ശരിയാക്കാം. അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ വൈകുന്നേരം വരാനായിരുന്നു. സത്യം പറഞ്ഞാൽ അവർ വൈകുന്നേരം വരാൻ അവരിവിടെ കാണുകയല്ല പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാണ്ടിങ്ങ് പോന്നു. പിന്നെ വൈകുന്നേരം വന്ന് ഇവിടെ പിന്നെ സ്റ്റേ ചെയ്യേണ്ടത്. എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോകേണ്ട അർജൻറ്റായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകേണ്ടതുള്ളത് കൊണ്ട് എനിക്ക് രാവിലെ അവിടെ 7:45 വണ്ടി.
7:45 ബസ്. അപ്പോൾ അതിന് പോകാനുള്ളതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നത്. എന്തായാലും നമുക്ക് നല്ല കാറ്റ്. ഇവിടെ ഈ കാറ്റിൻ്റെ അകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ പനി ഉറപ്പാണ്. ഇവരുടെയോ? ഓ ഞങ്ങളിത് തിരിച്ച് കയറി പോകട്ടോ. അപ്പോൾ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് സംഘമൊക്കെ ഉണ്ട്. നട്ടില്ലല്ലോ, കുഴി ഇവിടെ വെച്ച് ഒരെണ്ണം വയ്ക്കാറുണ്ടല്ലോ. അവർ വരട്ടെ. അതിന് പോകാൻ പറ്റുമെന്ന് നോക്കി. അവിടെ പോയി നോക്കി. അവരുടെ വീട്ടിലെ പട്ടി കിടന്ന് കുറയ്ക്കുന്നു. വീടിന് തറ വലിച്ച് നല്ല സ്ഥലമല്ലേ? ഇവിടെയൊക്കെ ഇച്ചിരി സ്ഥലമുണ്ട്. സൂപ്പറാണ് വീടൊക്കെ വെക്കാനായിട്ട്. വഴി എളുപ്പമുണ്ടെന്നോ ഈ വഴിക്ക് വരികയാണെങ്കിൽ? അത് തന്നെ, ഒത്തിരി ചുറ്റിപ്പോണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ ഓട്ടോയും കൊണ്ട് വന്നില്ലേ, അന്ന് വഴി തെറ്റിയതേ ഇതിലേ ഇറങ്ങി വന്നേട്ടോ. സ്ഥലം കാണിച്ചു തരാവേ. ഇതേ കാണുന്ന വഴി നമ്മൾ നേരെ ചെന്ന് മെയിൻ റോഡിലേക്ക് കയറും. നല്ല സ്ഥലമാട്ടോ ഇതൊക്കെ. ഇതേ കുളം ഉണ്ടെന്ന് തോന്നുന്നത് ഇവിടെ. ഇതേ കാണുന്ന വഴിയല്ല കേട്ടോ, ഇതിൻ്റെ ഇപ്പുറം കാണുന്ന വഴി. സോറി, മാറിപ്പോയി എനിക്ക്. അതെ, ഇത് ഭയങ്കര എളുപ്പം കേട്ടോ. റോഡ് കണ്ടോ? നമ്മളത് മെയിൻ റോഡിലെത്താറായിട്ടുണ്ട്. ഞാൻ തിരിച്ച് ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ പോകാട്ടോ. അപ്പോൾ ഞങ്ങൾ സിറ്റി വരെ പോയായിരുന്നു. അപ്പോഴാണ് വിളിച്ചത്, നീ എവിടെ അടിയെന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങ് പോകുന്നെന്ന് പറഞ്ഞു. എന്താ പോയാൽ അവരപ്പോഴത്തേക്കും വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പോയി അവർക്കത് ശരിയാക്കി കൊടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അമ്മ ഇങ്ങ് പോയി. ഇനിയിപ്പോൾ പോയിട്ട് എന്തായാലും വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങളിത് കട വരെ പോട്ടെ. ചേച്ചിയും കൊച്ചും ഞാനിവിടെ. കുഞ്ഞനും ചേട്ടായും വീട്ടിലുണ്ടേ. അല്ല പിന്നെ ഞങ്ങളുടെ അതെ കുഞ്ഞന് പിന്നെ ചിത്താൻ തോന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കിളിക്കുക. ഇത് ഞങ്ങളുടെ കുഞ്ഞേഞ്ചിലാട്ടോ. നല്ല അടിപൊളി ഫ്രോക്കും പൊന്നൂൻ്റെ ഡ്രസ്സ് കാണണം. എത്ര എണ്ണല്ലേ പൊന്നൂന് ഇഷ്ടം? റെഡും പിങ്കും. അതെ, ഞങ്ങളിത് എവിടം വരെ ഒരു ജാഥയുടെ കൂടെ കേട്ടോ വന്നിട്ട് ഞങ്ങളാ കൂടുതലുള്ളവരെ അവർ വിചാരിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ രാജക്കാട് തന്നെയുള്ള പവിത്രൻ ജുവലേഴ്സ് കയറി ചേച്ചിയുടെ സെക്കൻഡ് ചാടിപ്പോയായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം മേടിക്കാനായിട്ട് ചേച്ചി കയറിയതാണ്. അപ്പോൾ പിന്നെ ഞാൻ എവിടെ കണ്ണാടി കണ്ടാലും നിന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ ഒക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു പതിവായിപ്പോയി. എന്ത് ചെയ്യാൻ, അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. അമ്മ എടുത്തോണ്ട് നിൽക്കണം. വേണ്ട, ഞാനും പൊന്നു. അയ്യോ പോണ്ട, റോഡിലേക്ക് പോണ്ട. അമ്മ വരട്ടെ. ഇത് ലേഡീസിൻ്റെ ഗേളിൻ്റെ ആണോ ബോയുടെ ആണോ നോക്കട്ടെ. ആരുടെയാണ്? ഗേളിൻ്റെ ആണെന്ന് തോന്നട്ടോ. അമ്പോ എൻ്റെ പൊണ്ണ് ചേട്ടാ. ഇത് ചേച്ചിയുടെ തട്ടിയിട്ടിട്ട് പോണ കൊച്ചിനെ ചോദിക്കണമല്ലോ ചേട്ടനോട്. ഏത്? ബാർബി. ബാർബി ബാർബി ആ ബാർബി തന്നെ. നുള്ളി പച്ചത് എങ്ങനെ ചേച്ചി അങ്ങ് പോകുന്നു കേട്ടോ. ഇത് തിരിച്ചെത്തിയപ്പം തങ്കക്കുട്ടനും ഉണ്ണിക്കുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചേ, അത് കാണിച്ചേ, ഇത് കാണിച്ചേ. ആ ഇത് കൊള്ളാലോടാ. അങ്ങനെ നമ്മുടെ
വീഡിയോ ദേ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ചാച്ചിയമ്മയുടെ അടുത്ത് നിന്ന് ഉച്ച കഴിഞ്ഞ് പോരാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ എലിക്കുട്ടിയമ്മ ഫോൺ എടുക്കാതിരുന്നപ്പോൾ തന്നെ ഞാൻ വേഗം യാത്രയൊക്കെ ആയിട്ട് ഞാൻ അടുത്തുള്ള വീട്ടിൽ നമ്മുടെ ബിൻസി ചേച്ചിനെ വിളിച്ച് ചോദിച്ചു, അമ്മ എടുക്കാത്തതുകൊണ്ട്. അപ്പം ബിൻസി ചേച്ചി പള്ളിയിലാണ്, അമ്മ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. പിന്നെ ഒരുങ്ങിയതല്ലേ ഇറങ്ങിയേക്കാന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്ന ശേഷം ദേ അമ്മ ഒരുങ്ങി നിൽക്കുകയാണ് ജനറൽ ബോഡിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മയുടെ കൂടെ ഞാനും പോകാമെന്ന് വിചാരിച്ചു. എന്നോട് ചേച്ചിയും ചേട്ടായും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വരണം, പകൽ അവർ പള്ളിയിൽ പോകും എന്നുള്ള കാര്യം. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 2 മണിയല്ല 12:30 1 മണി അടുത്താവുമല്ലോ. അപ്പോൾ എന്തായാലും അപ്പോഴത്തേക്കും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. പക്ഷേ എന്ത് ചെയ്യാൻ, അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ എലിക്കുട്ടി അമ്മയും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ അമ്മ വന്നപ്പോൾ അമ്മയുടെ കൂടെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും പിന്നെ ചേച്ചിയൊക്കെ വന്ന് എന്നെ വിളിച്ചു. അങ്ങനെ ഞാനും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.